എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ഗാന്ധി ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം രാജ്ഘട്ട്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏത്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1930. ഗാന്ധിജിയുടെ മൂത്ത മകൻ ആര്? ഉത്തരം ഹരിലാൽ. കുപ്രസിദ്ധമായ റൗലറ്റ് ബിൽ പാസാക്കിയതിന് എതിരായി ഗാന്ധിജി സത്യാഗ്രഹ കരാറിൽ ഒപ്പുവെച്ചത് എന്ന്? ഉത്തരം 1919 ഫെബ്രുവരി 27. സർക്കാരിനെതിരെയുള്ള ഗാന്ധിജിയുടെ അക്രമരഹിത നിയമലംഘനത്തെ സാർവദേശീയമായ അത്യാഹിതം എന്ന് വിളിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി അവസാനം ഏത് ജയിലിലായിരുന്നു? ഉത്തരം പൂനെയിലെ ആഗഖാൻ കൊട്ടാരത്തിൽ. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽ അനുഭവം ഏതു വർഷമായിരുന്നു? ഉത്തരം 1908. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്ന്? ഉത്തരം 2007 ജൂൺ 15. 1909 ജൂലൈയിൽ ഒരു കേസിൻ്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പലിലിറങ്ങിയ ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഏതാണ് ആ യാത്ര? ഉത്തരം ടൈറ്റാനിക് കപ്പലിൻ്റെ യാത്ര. ദക്ഷിണാഫ്രിക്കയിലെ വാസം അവസാനിപ്പിച്ച് 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ സ്മരണാർത്ഥമുള്ള ആചരണമേത്? ഉത്തരം പ്രവാസി ഭാരതീയ ദിനം.
ദക്ഷിണാഫ്രിക്കയിലെ ബൂവർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് സംഘടിപ്പിച്ചത് കണക്കിലെടുത്ത് 1915 ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി ഏത്? ഉത്തരം കൈസർ ഇ ഹിന്ദ് ബഹുമതി. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം ഹേ റാം. ഗാന്ധി ആശ്രമം, ഹരിജൻ ആശ്രമം, സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളുള്ള ആശ്രമം ഏത്? ഉത്തരം സബർമതി ആശ്രമം. ഗാന്ധിജി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത ആര്? ഉത്തരം കൗമുദി ടീച്ചർ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആര്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി? ഉത്തരം വാർത്താ പദ്ധതി. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ഏത് ട്രസ്റ്റിനാണ്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇംഗ്ലണ്ടിൽ ഗാന്ധിജിയെ ചികിത്സിച്ച ഡോക്ടർ ആരാണ്? ഉത്തരം ഡോക്ടർ ജീവരാജ് മേത്ത. ഹിന്ദ് സ്വരാജ് ആരുടെ കൃതിയാണ്? ഉത്തരം ഗാന്ധിജിയുടെ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? ഉത്തരം മദൻ മോഹൻ മാളവ്യ.